നമസ്കാരം. റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് പുതിയ മേധാവിയായി മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ പരാഗ് ജെയിനെ നിയമിച്ചു. പഞ്ചാബ് കേഡറിൽ നിന്നുള്ള 1989 ബാച്ച് ഉദ്യോഗസ്ഥനാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ നിർണായക പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനാണ് പരാഗ് ജെയിൻ. രവി സിൻഹ ജൂൺ 30 സ്ഥാനമൊഴിയുമ്പോൾ പരാഗ് ജെയിൻ ചുമതലയേൽക്കും. ജൂലൈ 1 മുതൽ 2 വർഷത്തേക്കാണ് നിയമനം. നിലവിൽ റോയുടെ ഏവിയേഷൻ ഗവേഷണ കേന്ദ്രത്തിന്റെ തലവനാണ്. റോയിൽ 2 പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തന പരിചയവുമായാണ് ജെയിൻ തലപ്പത്തെത്തുന്നത്. പഞ്ചാബിൽ ഭീകരവാദം പ്രബലമായിരുന്ന കാലത്ത് വിവിധ ജില്ലകളിൽ സീനിയർ സൂപ്രണ്ടായും DIG-ആയും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഫട്ടിൻഡ, മൻസ, ഹോഷിയാർപൂർ എന്നിവിടങ്ങളിലെ വിവിധ ഓപ്പറേഷനുകളിൽ പങ്കുചേർന്നതിനു പുറമെ ചണ്ഡീഗഡ് SSP-ആയും ലുധിയാന DIG-ആയും ജോലി നോക്കി. റോയിൽ പാകിസ്ഥാൻ വിഷയമാണ് ജെയിൻ കാര്യമായി കൈകാര്യം ചെയ്തത്. 370-ാം വകുപ്പ് റദ്ദാക്കിയപ്പോഴും ഓപ്പറേഷൻ ബലാക്കോട്ടിന്റെ സമയത്തും കശ്മീരിലായിരുന്നു. ശ്രീലങ്കയിലും കാനഡയിലും വിവിധ ഇന്ത്യൻ ദൗത്യങ്ങൾക്കായി പോയിട്ടുണ്ട്. കാനഡയിലായിരുന്ന സമയത്ത് വിദേശത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ ഭീകരരെ നിരീക്ഷിച്ചിരുന്നു. ഖലിസ്ഥാൻ മൗലികവാദം വൻ ഭീഷണിയായി വളർന്നുവെന്ന് ജെയിൻ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിച്ചിരുന്നു. പാകിസ്ഥാനി സൈന്യത്തെയും ഭീകര ക്യാമ്പുകളെയും കുറിച്ച് ഇന്റലിജൻസ് വിവരം ശേഖരിച്ചത് പരാഗ് ജെയിന്റെ നേതൃത്വത്തിലുള്ള ഏവിയേഷൻ റിസർച്ച് സെന്ററായിരുന്നു. തിങ്കളാഴ്ച രവി സിൻഹയിൽ നിന്ന് ചുമതലയേൽക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷമായി ബംഗ്ലാദേശ് പ്രതിസന്ധിയിലും മാലദ്വീപ് വിഷയത്തിലും വേണ്ട രീതിയിൽ ഇടപെടാൻ റോയ്ക്ക് കഴിഞ്ഞില്ലെന്ന വിമർശനം ഉൾക്കൊള്ളേണ്ടി വരും. അതനുസരിച്ച് ഏജൻസിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഇന്ത്യക്കെതിരെ വിദ്വേഷം ചൊരിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും പഹൽഗാം ഭീകരാക്രമണം മുൻകൂട്ടി കാണാൻ കഴിയാത്തത് റോയുടെ പരാജയമെന്ന വിമർശനങ്ങൾ വന്നിരുന്നു. അസീം മുനീർ ഫീൽഡ് മാർഷൽ ആയതോടെ അതിർത്തി കടന്നുള്ള തീവ്രവാദം ചെറുക്കുന്നതിൽ റോ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരും. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കാനായി ഭീകരരെ വീണ്ടും കയറ്റി അയക്കാനും ധൈര്യപ്പെട്ടേക്കും. ആ സാഹചര്യത്തിൽ ഗ്രൗണ്ട് ഇന്റലിജൻസ് കൂടുതൽ മെച്ചപ്പെടുത്താനും റോ ശ്രദ്ധ പുലർത്തും. രവി സിൻഹ ജൂൺ 30 സ്ഥാനമൊഴിയുമ്പോൾ ഇദ്ദേഹം ചുമതലയേൽക്കും എന്നാണ് പറയുന്നത്. എന്തായാലും 2 വർഷത്തേക്കാണ് ഇദ്ദേഹത്തെ നിയമിച്ചിരിക്കുക. നിലവിൽ റോയുടെ ഏവിയേഷൻ ഗവേഷണ കേന്ദ്രത്തിന്റെ തലവനായി പ്രവർത്തിച്ചു വരികയാണ്. റോയിൽ 2 പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തന പരിചയമുള്ള ആളാണ് ജെയിൻ. അതേസമയം ഖലിസ്ഥാൻ ഭീകരരെ നിരീക്ഷിച്ചിരുന്നു. ഖലിസ്ഥാൻ മൗലികവാദം വൻ ഭീഷണിയായി വളർന്നുവെന്ന് ജെയിൻ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിച്ചിരുന്നു.